രാജ്യത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ആയിട്ടുള്ള നമ്മുടെ പാമ്പൻ പാലത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. തമിഴ്നാട് ജില്ലയിലാണ് ഈ പാമ്പൻ പാലം വരുന്നത്. കപ്പലുകൾ കടന്ന് പോകാൻ സൗകര്യമൊരുക്കി റോഡും അതുപോലെ തന്നെ തീവണ്ടിപ്പാതയും പകുത്തു മാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിനെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക്ക് കടലിടുക്കിനും കുറുകെയാണ് ഈ പാലം വരുന്നത്. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് 2007 ബ്രോഡ് ഗേജ് ആക്കി മാറ്റി. പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം 2025 ഏപ്രിൽ മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ രാമേശ്വരത്താണ്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ 2025 ഏപ്രിലാണ് ഇപ്പോൾ പുതുക്കിയിട്ടുള്ള ഈ ഒരു പാലം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. സോ ഇവിടെ വരണം, ഇതൊക്കെ കാണണം എന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫാമിലിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതും ഇവിടെ വീഡിയോ ക്യാപ്ചർ ചെയ്തതും ഒരു ട്രാവൽ വ്ലോഗ് പോലെ ഒരു വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നതും. എന്താ പറയുക, നല്ല വ്യൂ ആണ് കേട്ടോ. താഴെ കടലും പിന്നെ റെയിൽവേ പാളവും റോഡിൽ നിന്ന് ഈ ഒരു വിഷ്വൽ കാണുന്നതും എന്താ പറയുന്നത്, നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു ട്രാവൽ വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ, ഒരിക്കലും അത് മറന്നു പോകരുത്. പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട്, ഒരിക്കലും മറക്കരുത്. Thanks for watching my beautiful video.